ഒറ്റയ്ക്കാവുക എന്നത് ഒരു വരദാനമാണ്. ആണോ? ജീവിതമെന്നത് പല നിറങ്ങളാൽ പകർന്നു നിൽക്കുന്ന ഒരു വിശാലമായിട്ടുള്ളൊരു ചിത്രപടമാണ്, അല്ലേ? അതിൽ സന്തോഷവും ദുഃഖവും വിജയവും പരാജയവും കൂടിച്ചേരലുകളും വേർപാടും എല്ലാം ചേർന്നാണ് നമ്മുടെ അനുഭവങ്ങൾ രൂപപ്പെടുന്നത്. ഈ അനുഭവങ്ങളിലൊന്നാണ് ഒറ്റയ്ക്കാവുക എന്നത്. പലർക്കും ഒറ്റയ്ക്കാവുക എന്നത് അതിദുഃഖകരമായ ഒരു അവസ്ഥയായി തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഒരു വരദാനമാണ്. കാരണം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ മനുഷ്യൻ തൻ്റെ ആത്മാവിനെ ഏറ്റവും അടുത്തറിയാൻ സാധിക്കുന്ന ഒന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, മറ്റുള്ളവരുടെ ശബ്ദങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഇടയിൽ മറഞ്ഞു പോകുന്ന നമ്മുടെ യഥാർത്ഥ സ്വരം നമ്മൾ അറിയുന്നത് ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ് വ്യക്തമായി കേൾക്കുന്നത്. ആ നിശബ്ദതയിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ കേൾക്കാം, നമ്മുടെ സ്വപ്നങ്ങളെ തിരിച്ചറിയാം, നമ്മുടെ ഭയങ്ങളെ നേരിടാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒറ്റയ്ക്കുള്ള സമയം നമ്മളെ കൂടുതലാണ് സഹായിക്കുന്നത്. അത് നമ്മെ കൂടുതൽ ശക്തനും ആത്മവിശ്വാസിയുമായി മാറ്റുന്നു. ഒറ്റയ്ക്കായിരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒറ്റയ്ക്കാവുക എന്നുള്ളത് ഒരു ശൂന്യതയൊന്നുമല്ല, മറിച്ച് അത് നമ്മുടെ ഉള്ളിലെ സമ്പൂർണ്ണതയെ കണ്ടെത്തുവാനുള്ളൊരു അവസരമാണ്. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ മനുഷ്യൻ തൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം തിരിച്ചറിയുന്നു. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുസരിച്ച് ജീവിക്കേണ്ടി വരുന്നു. എന്നാൽ ഒറ്റയ്ക്കായിരിക്കുമ്പോഴോ ആ ബാധ്യതകളിൽ നമ്മൾ മോചിതനായി സ്വന്തം ആത്മാവിനോട് സത്യസന്ധനാകാൻ നമുക്ക് സാധിക്കുന്നു. നാം ആരാണ്, നാം എന്താണ്, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ഇവയെല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ ഈ ഒറ്റയ്ക്കുള്ള സമയം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒറ്റയ്ക്കുള്ള നിമിഷങ്ങളിൽ മനുഷ്യൻ തൻ്റെ ദൗർബലതകളെ മനസ്സിലാക്കുകയും അവയെ തിരിച്ചറിയും, അവ ശക്തിയെ മാറ്റുകയും ചെയ്യുന്നു. ഇത് നമ്മുടെയൊക്കെ ആത്മപരിശോധനയുടെ സമയമാണ്. ആ നിശബ്ദതയിൽ നാം നമ്മളെ തന്നെ പുതിയതായിട്ട് പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. നമ്മെ കൂടുതൽ ബോധവാന്മാരാക്കുകയും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഗൗരവത്തോടെ നോക്കിക്കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ മനുഷ്യൻ പ്രകൃതിയോടും തൻ്റെ ആത്മാവിനോടും കൂടുതൽ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. നിശബ്ദമായ പ്രഭാതത്തിൽ നമ്മുടെ പക്ഷികളുടെയൊക്കെ കൂജനം കേൾക്കുമ്പോഴും ഒരു സായാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശത്തെ നിറങ്ങൾ മാറുന്നു കാണുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ സൗന്ദര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ നിമിഷങ്ങളിൽ നാം ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ പ്രകൃതി നമ്മോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് തോന്നും. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ മനുഷ്യൻ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പഠിക്കുന്നു. അത് ചിലപ്പോൾ ഒരു പുഞ്ചിരിയായിരിക്കാം, ചിലപ്പോൾ ഒരു ഓർമ്മയായിരിക്കാം, അല്ലെങ്കിൽ അതൊരു സ്വപ്നത്തിലായിരിക്കാം. ഇങ്ങനെയൊക്കെ കിട്ടുന്ന ചെറിയ സന്തോഷങ്ങളിലാണ് ജീവിതത്തെ നമ്മൾ മനോഹരമാക്കേണ്ടത്. ഒറ്റയ്ക്കുള്ള സമയം നമ്മെ കൂടുതൽ സൃഷ്ടിപരമായും നമ്മുടെ കൽപ്പനാശക്തിയെ വളർത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പല മഹത്തായ കണ്ടുപിടുത്തങ്ങളും ചിന്തകളും ജനിച്ചത് ഈ ഒറ്റപ്പെട്ട നിമിഷങ്ങളിലാണ്. ഒറ്റയ്ക്കായിരിക്കാനുള്ള മനുഷ്യൻ്റെ മാനസിക ശക്തിയുടെ അടയാളമാണിത്. മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്ന ഒരാൾക്കാണെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ശൂന്യത അനുഭവപ്പെടും. എന്നാൽ തൻ്റെ ഉള്ളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന ഒരാൾക്ക് ഒറ്റയ്ക്കായിരിക്കുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അത് നമ്മെ സ്വയം ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. അതൊരു വേർപാടായിരിക്കാം, അതിനൊരു നഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ പുതിയ തുടക്കമായിരിക്കാം. ഈ നിമിഷങ്ങളിലായിരിക്കുമ്പോഴൊക്കെയാണ് ഒറ്റയ്ക്കായിരിക്കുന്നതിനുള്ള കഴിവ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അത് നമ്മെ തകർന്നു പോകാതെ നിലകൊള്ളുവാനാണ് സഹായിക്കുന്നത്. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നാം നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നമ്മെ കൂടുതൽ ധൈര്യശാലികളും ആക്കുകയും നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാൻ തയ്യാറാക്കുകയും ചെയ്യുന്നു.